ഹലോ നമസ്കാരം, ഞാൻ മിനി. വെൽക്കം ടു മിനീസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ മാങ്ങ അച്ചാറിടുന്നതാണ്. നല്ല സൂപ്പർ മാങ്ങ അച്ചാറാണത്. വർഷങ്ങളോളം കേടാകാതെ ഇരിക്കുന്ന രീതിയിലുള്ള ഒരു മാങ്ങ അച്ചാറാണ് ഇത്. ചോറിനും ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ കഴിക്കാൻ ഈ ഒരു കഷ്ണം മാങ്ങ അച്ചാർ മതി. അത്ര ടേസ്റ്റിയാണ് ഇത്. ഇതിപ്പോൾ എങ്ങനെയാണ് ഈ മാങ്ങ അച്ചാർ ഉണ്ടാക്കുകയെന്ന് നോക്കാം. മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് മാങ്ങ അച്ചാർ ഇടാനായിട്ട് തുടങ്ങാം. ഞാനിപ്പോൾ 1.5 കിലോ മാങ്ങ എടുത്തിട്ടുണ്ട്. 1.5 കിലോ മാങ്ങ, ഇത് തൊലിയൊന്നും ചെത്തേണ്ട കാര്യമില്ല. തൊലി ചെത്താതെയാണ് അച്ചാറിടുന്നത്. മാങ്ങ കഴുകിയതിന് ശേഷം നല്ലതുപോലെ അതിൻ്റെ ഒട്ടും വെള്ളം നനവ് ഇരിക്കരുത്. നല്ലതുപോലെ തുടച്ച് വയ്ക്കണം. നോർത്തിലൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ മാങ്ങാണ്ടിയോട് ചേർത്താണ് അരിഞ്ഞെടുക്കുന്നത്. നമുക്കങ്ങനെ അരിയാനുള്ള കത്തികളൊന്നുമില്ല. നല്ല പാക്കുവെട്ടിയൊക്കെ ഉള്ളവരെടുത്താണെങ്കിൽ കൊണ്ടുവന്ന് അവർ വെട്ടിത്തരും. നോർത്തിലൊക്കെ ആണെങ്കിൽ മാർക്കറ്റിൽ തന്നെ അവർ അരിഞ്ഞ് കൊടുക്കാറുണ്ട്. ഇത് ഞങ്ങൾ അച്ചായൻ്റെ കൂടെ വെളിയിലായിരുന്നപ്പോൾ ഇവിടുത്തെ ഹിന്ദിക്കാർ കൂട്ടുകാർ കാണിച്ചു തന്നിട്ടുള്ളൊരു അച്ചാറാണിത്. ഇപ്പോൾ ഇഷ്ടം പോലെ മാങ്ങയൊക്കെ ഉള്ള സമയമാണല്ലോ. നമ്മുടെ മാങ്ങയൊന്നും വേസ്റ്റാക്കി കളയാതെ പല രീതിയിൽ നമുക്ക് അച്ചാറിട്ട് വയ്ക്കാനായിട്ട് സാധിക്കണം. അല്ലാതെ നമ്മൾ ഒരു കൊച്ചു കുപ്പിയിലെ മാങ്ങാപ്പിക്കിൾ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ എത്ര രൂപയാവുമെന്ന് അറിയാമോ? മാങ്ങ അരിയുന്നത് നോക്കാം. കയ്യൊന്നും പോകാതെ പുളി എടുക്കണം. നമ്മുടെ മാങ്ങ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിത് കഷ്ണമായിട്ട് അരിഞ്ഞെടുക്കണം. കടുമാങ്ങയ്ക്ക് അരിയുന്ന മാതിരി അല്ല അരിയുന്നത്, ഇത് വലുതായിട്ടാണ് അരിയുന്നത്. ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് അങ്ങനെ മുറിക്കുക. ഇത്രയും വലിപ്പമെങ്കിലും വേണം മാങ്ങയ്ക്ക്. അപ്പം നമ്മുടെ മാങ്ങ നല്ല കഷ്ണമായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലോട്ടിന് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി വയ്ക്കണം. ഉപ്പും മഞ്ഞളും ഇട്ട് എല്ലായിടവും മിക്സ് ചെയ്തതിന് ശേഷം അത് 3 മണിക്കൂർ നേരം അടച്ചു വെച്ചേക്കണം. അപ്പോൾ അതിൽ നിന്ന് അതിൻ്റെ വെള്ളം എല്ലാം അഞ്ഞ് ഊർന്നു വരും. അപ്പം 3 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് മാങ്ങ ഒന്ന് തുറന്ന് നോക്കാം. മാങ്ങയുടെ ആവശ്യമില്ലാത്ത വെള്ളം എല്ലാം അഞ്ഞ് പോന്നിട്ടുണ്ട്. അടമാങ്ങ ഉണങ്ങുന്ന മാതിരി ഒന്നും ഉണക്കി കളയരുത്. ഒരുപാട് പേരാണെങ്കിൽ 2 മണിക്കൂർ, അതല്ല വെയിൽ കുറവാണെന്നുണ്ടെങ്കിൽ 3 മണിക്കൂർ നേരം ഉണക്കിയെടുക്കണം. ഇനി നമുക്ക് ഈ മാങ്ങ ഇഞ്ഞ് കോരിയെടുക്കാം. വെള്ളം അങ്ങ് മാറ്റി കളഞ്ഞിട്ട് ഈ മാങ്ങ കോരിയെടുത്ത് ഒരു 3 മണിക്കൂർ നേരം വെയിലത്ത് വെച്ചൊന്ന് ഉണക്കണം. 3 മണിക്കൂർ നേരം വെച്ചാൽ മതി. കാരണം ഇപ്പോൾ നല്ല വെയിലാണ്. നമുക്ക് വെയിലത്ത് കൊണ്ടുവന്ന് വയ്ക്കുക. നിങ്ങളുടെ വലിയ പാത്രങ്ങളോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് കൊണ്ടുപോയി ഉണക്കിയെടുക്കാം. ഇതിലോട്ട് ഇട്ടാൽ മതി. അപ്പോൾ ഉപ്പുവെള്ളം എല്ലാം ഇഞ്ഞ് പോകുന്നോളും. ഇത് നമ്മൾ യൂസ് ചെയ്തില്ല, ഇത് കളയുകയാണ് ചെയ്യുന്നത്. നമുക്കിനി വെയിലത്ത് കൊണ്ടുവന്ന് വയ്ക്കാം. ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയ മാങ്ങയാണിത്. 3-4 മണിക്കൂർ നേരം വെയിലത്ത് വെച്ച് ഒന്ന് വെള്ളമൊക്കെ പറ്റിച്ചെടുത്ത മാങ്ങയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി അതിന് വേണ്ടുന്നതായ മസാലകളാണ് പറയാൻ പോകുന്നത്. ഒരു 3 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 2 സ്പൂൺ പെരിഞ്ജീരകം, ചെറിയ ജീരകമല്ല പെരിഞ്ജീരകം. 1 സ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ അരിമോദകം, 1/2 ടീസ്പൂൺ കരിഞ്ജീരകം, കലോഞ്ചി എന്ന് പറയും ഹിന്ദിയിലന്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 200 ഗ്രാം കടുകെണ്ണ, കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ വേണ്ട മെയിൻ ഒരു സാധനം കടുകിൻ്റെ പരിപ്പാണിത്. ഇത് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചോദിച്ചാൽ മതി. അത് ഒരു 50 ഗ്രാം. ഇത്രയും സാധനങ്ങളാണ് ഈ അച്ചാറിടാൻ ആവശ്യമായിട്ടുള്ളത്. ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കുന്നില്ല. ഇപ്പം വേറൊരു രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് മസാലകളൊക്കെ ഒന്ന് ചൂടാക്കാം. ആദ്യം ഉലുവ ചൂടാക്കാം. ഒരുപാടിട്ട് ഫ്രൈ ആക്കേണ്ട കാര്യമില്ല, ഒന്ന് ചൂടായാൽ മതി. ചൂടായതിന് ശേഷം മിക്സിയിലെല്ലാം കൂടെ തരേരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. അതിലോട്ട് ഈ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. 2 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിനി വാങ്ങാം. ഇത് മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇത് വാങ്ങാം. പിന്നെ കടുക് പരിപ്പൊന്ന് ചൂടാക്കി എടുക്കാം.
ഒരുപാടിട്ട് ചൂടാക്കി കളയല്ലേ. ഇതാണ് ഈ അച്ചാറിൻ്റെ ഒരു രസം, കടുക് പരിപ്പിടുന്നത്. ഈ സാധനം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ കടുക് വാങ്ങിച്ചിട്ട് നമ്മൾ ഒന്ന് ചൂടാക്കി മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ഇത് കിട്ടും, സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. ഇത് മാറ്റി വെക്കാം. അയ്മോദകവും കരിഞ്ജീരകവുമാണ്, കലോഞ്ചി എന്നാണ് ഹിന്ദിയിലൊക്കെ പറയുന്നത്. ഇത് അയ്മോദകം. ഇത് രണ്ടും കൂടെ ഒന്ന് ചെറിയ ചൂടാക്കിയാൽ മതി. നമ്മുടെ അങ്ങാടിക്കടയിൽ കിട്ടുന്ന സാധനമാണിത്. മതി, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. മാറ്റിയെടുക്കാം. ചൂടാക്കിയ സാധനം ഈ ഉലുവയും പെരുംജീരകവും കൂടി നമ്മൾ തരിതരിപ്പായിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കണം. ഈ കടുക് പരിപ്പാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ, പിളർപ്പാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ പൊടിക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ അങ്ങ് ഇട്ടാൽ മതി. ഇത് പൊടിക്കണ്ട കേട്ടോ. കരിഞ്ജീരകവും അയ്മോദകവും അതേപോലെ അങ്ങ് ഇട്ടാൽ മതി. ഇത് പൊടിക്കേണ്ട കാര്യമില്ല. ഈ രണ്ട് സാധനം മാത്രം പൊടിച്ചാൽ മതി. എന്നോട് പറയാം, ഈ കടുക് പരിപ്പാണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, ഈ പിളർപ്പാണ് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ അത് ഇതേപോലെ അങ്ങ് ഇട്ടാൽ മതി. അത് പൊടിക്കേണ്ട കാര്യമില്ല. അഥവാ ഉരുണ്ടതാണ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഒന്ന് പൊടിച്ച് വേണം ഇടാൻ. ഇനി 200 ഗ്രാം കടുകെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇത് കടുകെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ കടുകെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ കടുകെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നല്ലെണ്ണ ചേർക്കാം. ഈ അച്ചാറിന് കടുകെണ്ണ തന്നെയാണ് ടേസ്റ്റ്. അഥവാ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒരു വട്ടമെങ്കിലും ഈ കടുകെണ്ണ വെച്ചൊന്ന് ഇട്ട് നോക്കണം. അത്ര നല്ല ടേസ്റ്റാണ് ഈ മാങ്ങ. വർഷങ്ങളോളം ഈ മാങ്ങ അച്ചാർ ഇരിക്കുകയും ചെയ്യും. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കണം, ഇട്ട് തിളപ്പിക്കുകയൊന്നും ചെയ്യരുത്. ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിനെ തണുപ്പിക്കണം. ചൂടോടുകൂടി എണ്ണ ഉപയോഗിക്കരുത്. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം തീ ഓഫ് ചെയ്യാം. ഇനി എണ്ണ ഒന്ന് തണുക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഈ മസാലയൊക്കെ പൊടിക്കാം. അപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. 3 സ്പൂൺ മുളക് പൊടി, ഒരു ഉണങ്ങിയ പാത്രമായിരിക്കണം, വെള്ളം നനവ് ഒട്ടും ഉണ്ടായിരിക്കരുത്. ഇതിലോട്ടിടുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ ഉപ്പ്. ഉപ്പൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഇടുക. ഉപ്പും മുളകൊക്കെ ടേസ്റ്റ് അനുസരിച്ച് ഇടണം. 50 ഗ്രാം കടുകിൻ്റെ പരിപ്പ്, കരിഞ്ജീരകവും അയ്മോദകവും പെരുംജീരകവും ഉലുവയും കൂടെ തരിതരാന്ന് പൊടിച്ചത്, 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ തണുത്തതിന് ശേഷം വേണം ഒഴിക്കാൻ. കുറച്ചവിടെ ഇരിക്കട്ടെ. നമുക്ക് കുപ്പിയുടെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് മാങ്ങ ഇട്ട് കൊടുക്കാം. മസാല എല്ലായിടും നല്ലതുപോലെ പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഇളക്കണം. കൈ കൊണ്ട് ഇളക്കിയാലും മതി. കൈ നല്ല വൃത്തിയാക്കിയിട്ട് വെള്ളം നനവൊന്നും ഇല്ലാത്ത കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. 200 ഗ്രാം എണ്ണയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ചെയ്യുമ്പോഴേ നല്ലൊരു മണമാണിത്. കഴിഞ്ഞു, അച്ചാറിൻ്റെ പരിപാടി കഴിഞ്ഞു. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു കുപ്പിക്കകത്തോട്ടാക്കി വെക്കണം. കുറേ നാൾ ഇരിക്കേണ്ടതാണ്. അപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിനകത്തൊന്നും ഇടാതെ നല്ലൊരു ഗ്ലാസിൻ്റെ ജാറിനകത്ത് വേണം ഇടാനായിട്ട്. അപ്പോൾ നമ്മുടെ അച്ചാർ കുപ്പിക്കകത്താക്കി വെച്ചിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഒരാഴ്ച ഇത് വെയിലത്ത് വയ്ക്കണം. ഒന്നര വിട്ടുള്ള ദിവസങ്ങളിൽ ഒരാഴ്ച ഇച്ചിരി എണ്ണ അതിൻ്റെ മേലോട്ടൊന്ന് വെത്തി കൊടുത്തേക്കാം. ഇത് 2 വർഷം വരെയും കേടാകാതെ ഇരിക്കുന്ന ഒരു മാങ്ങയാണ്. ഇത് നനഞ്ഞ തവിയൊന്നും ഇടരുത്. 1 മാസം കഴിയാതെ ഇത് എടുക്കുകയും ചെയ്യരുത്. നമ്മൾ ആവശ്യത്തിന് ഒരു കൊച്ചു ബോട്ടിനകത്തോട്ടും കുറച്ച് മാറ്റിയിട്ട് വേണം ഉപയോഗിക്കാൻ. അല്ലാതെ ഡെയിലിനകത്ത് സ്പൂണൊന്നും കൊണ്ട് ഇടരുത്. നനഞ്ഞ സ്പൂൺ ഒട്ടും ഇടരുത്. ഇഷ്ടംപോലെ മാങ്ങയുള്ള സീസണാണിത്. അപ്പം മാങ്ങയൊന്നും വേസ്റ്റാക്കി കളയാതെ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് കുറേ കാലം അച്ചാറൊക്കെ കൂട്ടാനായിട്ട് സാധിക്കും. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ എത്ര കറി ഉണ്ടെങ്കിലും ഈ ഒരു അച്ചാറുണ്ടെങ്കിൽ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അത് ക്ലിക്ക് ചെയ്താലും നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.